സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 10ാം ക്ലാസ് ഫിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലായിരിക്കും ചോദ്യങ്ങൾ, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതൊക്കെ എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും പ്രധാന വിഷയങ്ങളൊക്കെ പഠിച്ചു വെക്കാനും ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. ചിലപ്പോൾ ഒരു തവണ കേട്ടതുകൊണ്ട് പഠിക്കണമെന്നില്ല. 1-2 തവണ കേട്ട് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അറബിയും മലയാളവും ഒക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. പരമാവധി അറബിയിൽ തന്നെ എഴുതി ശീലിക്കുക. പൊതുപരീക്ഷയുള്ളതാണ്. മാത്രമല്ല അറബി മലയാളം എഴുതുമ്പോൾ 10% മാർക്ക് കുറക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതൊക്കെ ഓരോ ഉസ്താദുമാരതനുസരിച്ചാണ്. എന്നിരുന്നാലും അറബിയിൽ തന്നെ പഠിച്ച് അറബിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശീലിക്കുക. ഒക്കെ എളുപ്പമുള്ളതാണ്. ഒന്നാമത്തത് വഫിക്ക് ചേരുംപടി ചേർക്കാനാണ്. 6 ചോദ്യങ്ങളാണ്. അതിലൊന്ന് അഖദുൻ, ഇടപാടാണ്. ഇടപാട്, കച്ചവടങ്ങളൊക്കെ ഇടപാടാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സാധനം വിൽക്കുകയാണെങ്കിലും അതും ഇടപാടാണ്. നിങ്ങൾ എനിക്ക് പകരമായിട്ട് പൈസ തരുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ ഇടപാടുകളാണ്. അതുപോലത്തെ ഒരു പ്രയോഗമാണ് അഖദുൻ. ഇത് ഇടപാടാണ്. യക്തലി, ഈ ഇടപാട് തേടുന്നുണ്ട് അൽ ഇസ്തിഹ്ഫാള, സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ. ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ്, നിങ്ങൾ എൻ്റെ ഈ ഒരു വാഹനം ഞാൻ നിങ്ങളടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഒരു ഇടപാടാണ് അൽ വദീഅത്ത് എന്ന് പറയുന്നത്. സൂക്ഷിക്കാൻ ഏൽപ്പിക്കൽ, അതാണല്ലോ പാഠം. സൂക്ഷിക്കാൻ ഏൽപ്പിക്കൽ, അതിലാദ്യം തന്നെ പറയുന്നത് ഇതാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിക്കലിനെ തേടുന്ന ഇടപാട് വദീഅത്ത്. അതുപോലെ അത്രയേ ഉള്ളൂ. അതൊക്കെ. രണ്ടാമത്തത് യുസ്തറത്തു, ഷർത്താണ്. ലി സിഹത്തിൽ വഖഫി, ഞാനിപ്പോൾ പള്ളിക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഷർത്താണ് സിഅത്തുൻ, പദം എന്താണ് പറയൽ. പദമില്ലാതെ വഖഫ് ആവില്ലല്ലോ. അപ്പോൾ വഖഫിൽ പദം ഷർത്താണ്, സിഅ ഷർത്താണ്, പറയൽ. പിന്നെ ശുരിത്ത തഅബീദുൻ, എന്നേക്കുമാവൽ. ഞാൻ കൊടുത്ത 10 സെൻറ്റ് ഉണ്ടല്ലോ, ആ സെൻറ്റ് ഞാൻ പദം ആദ്യം പറഞ്ഞു ഞാൻ പള്ളിക്ക് കൊടുക്കുകയാണ്, അതാണ് സിഅ. ഇനി ആ പള്ളിക്ക് കൊടുക്കുക എന്നുള്ളത് എന്നേക്കുമായിരിക്കണം, 10 കൊല്ലത്തിന്, അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് പോയി വരുന്ന വരെ. അതൊന്നും പറ്റില്ല. തഅബീദായിരിക്കണം, എന്നേക്കുമായിരിക്കണം. അത് വഖഫിൽ ഷർത്താണ്. അത് കൊടുത്താൽ പള്ളിക്ക് കൊടുത്താൽ പിന്നെ പള്ളിക്ക് തന്നെ, പിന്നെ അത് നമുക്ക് കിട്ടുമൊന്നുമില്ല. ഇനി നാലാമത്തത് സുന്നത്തുൻ മുഅക്കദത്തുൻ, വളരെ ശക്തിയേറിയ സുന്നത്താണ് വസിയത്ത്. മരിക്കാൻ കിടക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പള്ളിക്കോ മദ്രസക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് പറയില്ലേ, ആ വസിയത്ത് വളരെ ശക്തിയേറിയ സുന്നത്താണ്. എന്തായാലും മരിച്ചു പോവാണ്, നമുക്ക് ജാരിയായ ഒരു സദക്ക കിട്ടുമല്ലേ. മറ്റൊന്നും മക്കളെല്ലാവരും എടുത്ത് ഓരിച്ച് പോകാമെന്നല്ലാണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ. അതാണ് വളരെ ശക്തിയേറിയ സുന്നത്താണെന്ന് പറയുന്നത്. ഇനി തബത്തുൽ വസിയത്ത്, ഇനിയിപ്പോൾ ഞാൻ വസിയത്ത് ചെയ്തു, ഇങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്, ആ വസിയത്ത് ബാത്തിലാകും എപ്പോൾ റുജൂ അനിൽ വസിയത്ത്, വസിയത്തിനെ തൊട്ട് പുറത്തു പോകുക. അപ്പോൾ എനിക്ക് വലിയൊരു രോഗം വന്നെന്ന് കൂട്ടിക്കോളി, ആ സമയത്ത് വസിയത്ത് ചെയ്താൽ പിന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ രോഗം പൂർണ്ണമായി മാറി, ഒന്നും നോക്കണ്ട, ഇനിയും നിങ്ങൾ 10 കൊല്ലം സിമ്പിളായി ജീവിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വസിയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ വസിയത്ത് ബാത്തിലായിപ്പോയി. ആറാമത്തത് തക്ലീദു മാ ആദൽ മദാഹിബിൽ അർബ, 4 മദ്ഹബുകളല്ലാത്ത മദ്ഹബ് സ്വീകരിക്കാൻ ലാ യജൂസു, പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൽ വന്ന വിഷയങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. 1-2 തവണ കേട്ടിട്ട് അറബി തന്നെ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് ബയ്യിൻ ഇസ്നൈനി, 2 എണ്ണം കൊടുത്ത് വിശദീകരിക്കാനാണ്. 2 എണ്ണമല്ല, അതിൽ വരുന്നതെല്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ഓർമ്മ വരുന്നത് ഏതാണോ അത് എഴുതി കൊടുക്കാം. ഒന്നാമത്തത് ഷുറൂത്തു തെക്കിലീദ്, തെക്കിലീദ് പിൻപറ്റുന്നതിൻ്റെ നിബന്ധന. അപ്പം ഞാൻ ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ഷാഫി മദ്ഹബ് പിൻപറ്റുന്നതിൽ എനിക്ക് നിബന്ധന ഉണ്ട്, വെറുതെ അങ്ങ് പിൻപറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഒന്നാമത്തതായി യകൂന മദ്ഹബുൽ മുക്കല്ലിദി മുദവ്വനൻ, ഞാനാണല്ലോ മദ്ഹബിനെ പിൻപറ്റുന്നത്, ഞാൻ പിൻപറ്റപ്പെടുന്ന ആ മദ്ഹബ് ആരുടെ മദ്ഹബാണ്? ഷാഫി ഇമാമിൻ്റെ. അത് മുദവ്വനൻ, ക്രോഡീകരിക്കപ്പെട്ടതായിരിക്കണം. അപ്പോൾ പിൻപറ്റപ്പെടുന്ന മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടതായിരിക്കണം ഒന്നാമത്തത്. പിന്നെ ഹിഫ്ലുൽ മുക്കല്ലിദി ഫി തിൽക്കൽ മസ്അലത്തി, ഇവൻ പിൻപറ്റപ്പെടുന്ന ഈ ഒരു മസ്അലയുണ്ടല്ലോ, ആ മസ്അലയെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇവനിക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഇവൻ ഏത് വിഷയത്തെയാണോ പിൻപറ്റുന്നത് അതിനെക്കുറിച്ചുള്ള വിവരമുണ്ടായിരിക്കണം. അല്ലാ എത്തബി റുഹ്സ, ഇളവുകളെ മാത്രം പിൻപറ്റാതിരിക്കണം. ഇപ്പോൾ ഓരോ മദ്ഹബിലും ഇളവുകളുണ്ട്. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ യാത്രയിൽ ജമ്മും കസുറും ആക്കാം, നേരെ മറിച്ച് ഹനഫി മദ്ഹബിൽ അങ്ങനെ പറ്റില്ല. അതേ പ്രകാരം തന്നെ ഹനഫി മദ്ഹബിൽ ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയില്ല, ഷാഫി മദ്ഹബിൽ തൊട്ടാൽ ഉളു മുറിയും. അപ്പോൾ ഇങ്ങനെ ഓരോ മദ്ഹബിലും എളുപ്പമുള്ളത് മാത്രം പിൻപറ്റാതിരിക്കണം.
പിന്നെ അല്ലാ യജ്മ ബൈനൽ കൗലൈനി തത്തവല്ലതു മിൻഹുമ ഹഖീഖത്തുൻ ലാ യക്കൂലു കുല്ലു മിനൽ ഇമാമൈനി. രണ്ടാളുകളുടെ വാക്കിനിടയിൽ നമ്മൾ ജമ്മ ചെയ്യുക. അയാൾ അത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ ഇതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവനൊരു ഗവേഷണം നടത്തിയിട്ട് രണ്ടുപേരും പറയാത്ത ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക. ശരിക്കും രണ്ട് ഇമാമിങ്ങളും പറയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുക. അങ്ങനത്തതിനെ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവന് ജമ്മ് ചെയ്യാൻ ഒരുമിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? തഖ്ലീദ് ചെയ്യുന്നതിൻ്റെ നിബന്ധനകളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് എന്താണ്? മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ ഓരോ മദ്ഹബിലുള്ള ഇളവുകൾ മാത്രം പിൻപറ്റാതിരിക്കുക. ഇതെപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. ഇനി അടുത്തത് അർക്കാനുൽ ഇഖ്റാറി, അവകാശ സ്ഥിരീകരണത്തിൻ്റെ നിബന്ധനകളാണ്. അതിൽ എളുപ്പമുള്ളതാണ് അതൊക്കെ. ഇപ്പോൾ ഞാനൊരു അവകാശം പറയുകയാണ്, അങ്ങനെ ഞാൻ അയാൾക്ക് അത് കൊടുക്കാനുണ്ട്, ഞാൻ അയാളുടെ അടുത്ത് നിന്ന് ചെറുപ്പത്തിൽ മോഷ്ടിച്ചതായിരുന്നു എന്ന് നമ്മൾ അവകാശ സ്ഥിരീകരണം നടത്തുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഞാനുണ്ടാവില്ലേ സ്ഥിരീകരണം നടത്തുന്നയാൾ? മുക്കിർ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ചെറുപ്പത്തിലെടുത്തതാണ്, അപ്പോൾ നിങ്ങൾ മുക്കറ് ലഹുവാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തത് നിങ്ങളുടെ നല്ല വിലപിടിപ്പുള്ള ഒരു സാധനമായിരുന്നു, അത് മുക്കർ ബിഹി. പിന്നെ അവിടെ പറയുന്ന പദം, ഞാൻ എടുത്തു എന്ന് പറയുന്ന ആ വാക്ക് എന്തെളുപ്പമാണ്? അവകാശ സ്ഥിരീകരണത്തിന് 4 നിബന്ധന: മുക്കിർ, മുക്കർ ലഹു, മുക്കർ ബിഹി, അതത്രയേ ഉള്ളൂ. ഇനി അടുത്തത് മുക്കിർ ബിഹി ലർബാനി. ഇപ്പോൾ ഞാൻ എടുത്ത് എന്ന് പറഞ്ഞല്ലോ, ആ സാധനം തന്നെ 2 ഐറ്റത്തിൽ വരും. ഒന്ന് ഹക്കുല്ലാഹി തആല. ഇപ്പോൾ ഞാൻ സമ്മതം നടത്തുന്നതിൽ അള്ളാഹുവിനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാൻ ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുകയാണ്. ആ തെറ്റ് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അല്ല ഞാനും അള്ളയും തമ്മിലുള്ളതാണ്, അപ്പോൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട്. ഇനി ഹക്കുൻ ആദമിയും, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ സാധനം എടുത്തു എന്ന് പറഞ്ഞില്ലേ, അടിമയുമായി ബന്ധപ്പെട്ടത് ഹക്കുൻ ആദമിയും, അത് അതിലാണ് വരിക. ഇനി അർക്കാനുൽ വസീയത്ത്, ഈ വസീയത്തിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് വരിക? വസീയത്തിൻ്റെ നിബന്ധന നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂസി ഉണ്ടാവും, വസീയത്ത് ചെയ്യുന്നയാളുണ്ടാവും. പിന്നെ വസീയത്ത് ചെയ്യപ്പെടുന്നത് ആർക്കാണോ, പള്ളിക്കാണോ മദ്രസക്കാണോ, അത് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മൂസാ ബിഹി ഉണ്ടാവും. എന്താണോ ഞാൻ വസീയത്ത് ചെയ്യുന്നത്, പിന്നെ പള്ളിക്ക് വേണ്ടിയിട്ട് സ്ഥലമാണോ അതല്ലെങ്കിൽ ബിൽഡിംഗ് ആണോ, എന്താണോ വസീയത്ത് ചെയ്യുന്നത് അതുണ്ടാവും. പിന്നെ എൻ്റെ പദം, ഞാൻ വസീയത്ത് ചെയ്തു എന്ന പദം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് മൂസി, പിന്നെ മൂസാ ലഹു, മൂസാ ബിഹി, അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കുക. ഒഴുത് യാ ഉനേസ്, പൊന്നു അനസേ നീ പോണം അലാ ഇമ്രഅത്തിൻ ഹാദാ, പെണ്ണിൻ്റെ അടുത്ത്. ഫൈൻ എത്തറഫത്ത്, അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഫർജുംഹ, അവളെ എറിഞ്ഞുകൊല്ലാം. അപ്പോൾ അവകാശ സ്ഥിരീകരണം അവൾ ഇങ്ങനെ പറയുകയാണ്, നബിയെ ഞാനങ്ങനെ വ്യഭിചരിച്ചിട്ടുണ്ട്, ഉറപ്പന്നെയാണ്, എനിക്ക് ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന അവകാശ സ്ഥിരീകരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഫർജുംഹ, അവളെ എറിഞ്ഞുകൊല്ലാം. അപ്പോൾ ഇനി ഒന്നുകൂടെ പോയി നോക്കുക, അവൾ സമ്മതിക്കുന്നുണ്ടോ, ശരി തന്നെയാണോ, നേരത്തെ പറഞ്ഞു തന്നെയാണോ ഇപ്പോൾ പറയുന്നത് നോക്കും. പിന്നെ രണ്ടാമത്തെ, ഇന്നല്ലാഹ യമുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, അള്ളാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു അമാനത്തിനെ, വിശ്വസ്തതയെ നിങ്ങളെ വിശ്വസിച്ച ആളുകളിലേക്ക് നിങ്ങളത് വീട്ടി കൊടുക്കണം. മൂന്നാമത്തത് അന സാലിസുൻ, ഞാൻ മൂന്നാമനാണ്. ശരീക്കൈന്, 2 ആൾ പങ്കാളികളായ ഘട്ടത്തിലെ മൂന്നാമനാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും പങ്കാളികളാണെന്ന് കൂട്ടിക്കോ. നമ്മളിൽ മൂന്നാമനായി നബിയുണ്ട്. മാലൻ യഹുൻ അഹദുഹുമ, നമ്മൾ രണ്ടിൽ നിന്നുള്ള ഒരാളെ വഞ്ചിക്കാത്ത കാലത്തോളം, സോഹിബഹു മറ്റാളെ, നിങ്ങളെന്നെ ഞാൻ നിങ്ങളെ വഞ്ചിക്കാത്ത കാലത്തോളം മൂന്നാമനായി നമ്മളെ കൂടെ നബി ഉണ്ടാകും. ഫൈദാ ഖാനഹു, ഞാനോ നിങ്ങളോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിച്ച് കളഞ്ഞാൽ ഖറജത്തു, ഞാൻ പുറപ്പെടും മിൻ ബൈനിഹിമ, നമ്മൾ 2 പേർക്കിടയിൽ നിന്ന് നബി പോകും. നാലാമത്തത് അദ്ദിൽ അമാന, വിശ്വസ്തതയെ നിങ്ങൾ വീട്ടണം. ഇലാ മനിയത്ത മനക്ക, നിങ്ങളെ വിശ്വസിച്ച ആളുകളിലേക്ക് ആ വിശ്വാസത്തെ നിങ്ങൾ വീട്ടിക്കൊടുക്കണം. ഫലാ തഹുൻ മൻ ഖാനക്ക, ഫലാ തഹുൻ, നിങ്ങൾ വഞ്ചിക്കരുത്, മൻ ഖാനക്ക, നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ വഞ്ചിക്കാൻ പാടില്ല. നിങ്ങളെ വിശ്വസിച്ചവരെ ആ വിശ്വാസത്തെ നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. പക്ഷേ നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ വഞ്ചിക്കരുത്, അവർക്കുള്ള ശിക്ഷ പടച്ചവൻ കൊടുത്തോളും. ഇനി അടുത്തത് വായിക്കാം. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോകൾ സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളോട് സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് എന്തെങ്കിലും എഴുതുകയും ചെയ്യുക. അരിഫ്, ഡെഫിനിഷൻ എഴുതാനാണ്, നിർവചനം. ആദ്യം ചോദിച്ചിട്ടുള്ളത് വഖഫാണ്. ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 4 ചോദ്യമാണ്. ഇത് പഠിക്കാതെ കിടന്നുറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ പരീക്ഷയ്ക്ക് ഇതിൻ്റെയൊക്കെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങൾ, 4ഉം പഠിക്കുക.
3 ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ 5 മാർക്ക് ഓരോന്നിൻ്റെയും കളയരുത്. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് വഖഫാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ ഒരു ആദായം കിട്ടുന്ന തേങ്ങയും മാങ്ങയൊക്കെ ഉള്ളൊരു സ്ഥലം പള്ളിക്ക് കൊടുക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഹബസു മാലിൻ യുംകിനു ഇന്തിഫാഉ ബിഹി, എനിക്ക് സൗകര്യം എടുക്കാൻ പറ്റുന്ന, അതിൻ്റെ ഗുണങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സമ്പത്തിനെ, അതുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ ഞാൻ വിച്ഛേദിക്കലാണ്. മാ ബക്കായി ഐനിഹി, അതിൻ്റെ തടി അവിടെ അവശേഷിക്കുന്നതോടുകൂടെ എൻ്റെ ബന്ധത്തെ ഞാൻ വിച്ഛേദിച്ച് ഒരു നല്ല നന്മയുള്ള മാർഗത്തിലേക്കാക്കി കൊടുക്കുക. അതാണ് പള്ളിക്കോ മദ്രസക്കോ നല്ലൊരു വഴിയിലേക്കാക്കി കൊടുക്കുക. ഇതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ഇത്രേ പഠിക്കാനുള്ള. ഹുവ അബുസു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മാ ബക്കായി ഐനിഹി, തടി അവിടെ അവശേഷിക്കണം. തടി അവശേഷിക്കാതെ 100 മെയ്ത്തിരി ഞാൻ പള്ളിക്ക് വാങ്ങിക്കൊടുത്തു, കാര്യമുണ്ടോ? ഇല്ല. അത് കത്തിക്കുന്നതോടുകൂടെ അത് കഴിഞ്ഞു പോകും. തടി അവശേഷിക്കുന്നില്ലല്ലോ. തടി അവശേഷിക്കുന്ന ഉപകാരമെടുക്കാൻ പറ്റിയതിന് കൊടുക്കുക. അതിൻ്റെ ആ ഒരു, ഞാൻ ഇതുവരെ കൈവിക്രയം നടത്തിയിരുന്ന ആ ബന്ധത്തെ ഞാൻ വിച്ഛേദിക്കുന്നു. അതാണ് വസിയത്ത്. അപ്പോൾ അത്ര അതിൻ്റെ അറബി അത്രയേ ഉള്ളൂ. അറബി മലയാളമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ എഴുതുക. ഇനി വസിയത്താണെങ്കിലോ, അൽ വസിയത്തു തബറു ബി ഹക്കിൻ മുലാഫിൽ ലിമാ ബഅദൽ മൗത്ത്, മരണാന്തരത്തിലേക്ക് ചേർത്ത് കൊണ്ട് ഒരു അവകാശത്തെ ഫ്രീ ആയിട്ട് കൊടുക്കുക. മരണാന്തരത്തിലേക്ക് ബന്ധിപ്പിക്കണം. കാരണം വസിയത്ത് എന്ന് പറയുമ്പോൾ മരിച്ചാലേ നടക്കൂ. ഞാൻ പള്ളിക്ക് വസിയത്താക്കി എന്ന് പറയുമ്പോൾ എൻ്റെ മരണശേഷമേ അത് നടക്കുള്ളൂ. അപ്പോൾ മരണവുമായി ബന്ധപ്പെടുത്തി ഒരു അവകാശത്തെ, അപ്പോൾ എൻ്റെ ആ സ്വത്തിൻ്റെ അവകാശം ആര് കൈമാറും? പള്ളിക്ക് ഫ്രീ ആയിട്ട് തബറു ആയിട്ട് കിട്ടും. അതാണ് വസിയത്ത്. ഇനി ഇക്റാർ എന്ന് പറഞ്ഞാലോ എളുപ്പമുള്ളതാണ്. വ ഇഖ്ബാറു ഷഖ്സിൻ ബി ഹക്കിൻ അലൈഹി, ഒരാൾ മറ്റൊരാൾക്കൊരു വസ്തുവിലോ എന്തെങ്കിലും ഒരു അവകാശത്തെ സ്ഥിരീകരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 കോടി തരാനുണ്ട് എന്ന അവകാശത്തെ ഞാൻ സ്ഥിരീകരിക്കുക. അപ്പോൾ അവിടെ എന്താ? ഇക്റാറായി. വ ഇഖ്ബാറു ഷഖ്സ് ബി ഹക്കിൻ അലൈഹി. ഇനി ആ തെക്ലീദ് പിൻപറ്റുക എന്ന് പറയുന്നത് എന്താണ്? വ ആഖിദുൽ ഖൗലിൽ മുജ്തഹിദി, ഗവേഷകന്മാരുടെ ഇമാമുമാരുടെ വാക്കിനെ നമ്മൾ പിൻപറ്റുക. മിൻ ഗൈരി മുഅ്തറഫിൻ ദലീൽ, തെളിവ് ചോദിക്കാതെ തന്നെ. ഇപ്പോൾ അതിൻ്റെ തെളിവുണ്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ഓരോന്നിനും തെളിവുകൾ ആവശ്യമില്ലാതെ തന്നെ, തെളിവുകളുടെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു മുജ്തഹിദിനെ പിന്തുടരുമ്പോഴാണ് തെക്ലീദാവുന്നത്. ഇപ്പം ഞാൻ ഷാഫി ഇമാമിനെ തെക്ലീദ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എനിക്ക് തെളിവ് ചോദിക്കാനുള്ള അധികാരം ഇല്ല. തെളിവ് ചോദിക്കുകയാണെങ്കിൽ പിന്നെ അത് തെക്ലീദാവില്ല. തെളിവ് ചോദിക്കാതെ, ഒന്നിനും തെളിവ് ചോദിക്കാതെ എല്ലാം സമ്മതിച്ച് എന്താണ് മുജ്തഹിദിൻ്റെ വാക്ക് പിൻപറ്റുമ്പോഴാണ് തെക്ലീദാവുന്നത്. ഇനി അടുത്തത് അജിബ് ഉത്തരം എഴുതാനാണ്. എൽസമു തെക്ലീദു ലിമൻ, തെക്ലീദ് പിൻപറ്റൽ നിർബന്ധമാർക്കായിരിക്കും? എൽസമുൽ മുക്കല്ലഫു ഗൈറുൽ മുജ്തഹിദിൽ മുത്ലഖ്, നിരുപാധികം ഗവേഷണം നടത്താൻ കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം? നല്ല കഴിവുള്ള ആൾക്കാരെ പിൻപറ്റൽ ഷർത്താണ്. അപ്പോൾ അവർക്കാണ്. മുത്ലഖ് എന്ന നിലയ്ക്ക് ഇജ്തിഹാദിന് കഴിവില്ലാത്തവരാണ് പിൻപറ്റേണ്ടത്. മാതാ ഇഷ്തർത്ത് ഫിൽ മുഖിരി ബിഹി, ഈ സമ്മതിക്കപ്പെടുന്നവനിൽ ഷർത്താക്കുന്നത് എന്താണ്? അല്ലാ യകൂന മിൽക്കല്ലി മുഖരി ഹീന യുക്കറു, അവൻ ആ സമ്മതിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന അവകാശം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ സമ്മതിക്കുന്നതിലൂടെ അവകാശത്തെയല്ല നമ്മൾ മാറ്റുന്നത്, അവിടെ സ്ഥിരീകരണം നടത്തുകയാണ്. ഇനി മൂന്നാമത്തത് ലാ തസിഹുൽ വസിയത്തു ഫി സായിദിൻ അലാ സുലുസിൻ മത്ത, ഇപ്പോൾ എനിക്ക് 1 കോടി രൂപ മരിക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ ഞാൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതെല്ലാം പള്ളിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പള്ളിക്കാവില്ല. എൻ്റെ പൈസ ആണെങ്കിൽ പോലും അത് പള്ളിക്കാവില്ല. എപ്പോഴാണ് ആവാത്തത്? ഇൻ റദ്ദഹു വാരിസുൻ, അനന്തരാവകാശികൾ അതിനെ തടഞ്ഞാൽ. അനന്തരാവകാശികൾ, എൻ്റെ മക്കൾ പറഞ്ഞു പാപ്പാൻ്റെ 1 കോടി മുഴുവൻ പള്ളിക്ക് പറ്റില്ല, അതിൽ നിന്ന് ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആ അവകാശത്തെ വകവെക്കും. 1/3 മാത്രം, ആ 1 കോടിയെ 3 ഭാഗമാക്കിയിട്ട് അതിൽ 1 ഓഹരി മാത്രമേ പള്ളിക്ക് പോവുകയുള്ളൂ. ഇനി നാലാമത്തത് തംഫസിഹു ഷിർക്കത്തു ബിമ, അപ്പോൾ നമ്മൾ 2 പേരും പങ്കാളിത്തമുള്ളതാണെങ്കിൽ ഇതെപ്പോഴാണ് ഇല്ലാതെയാവുക? ഈ പങ്കാളിത്തം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? എളുപ്പമാണ്. ബി മൗത്തി അഹദീമ, 2-ൽ ഒരാൾ മരിച്ചു. നമ്മൾ 2 ആളും ചേർന്ന് പങ്കാളിത്തമുള്ളതാണെങ്കിൽ ഒരാൾ മരിച്ചാൽ ആ പങ്കാളിത്തം അതോടെ ഒഴിവാകും. ജുനൂനിഹി, അല്ലെങ്കിൽ 2-ൽ ഒരാൾക്ക് ഭ്രാന്തായാലും പോകും. പിന്നെ പൂർത്തിയാക്കാനാണ് ഇതാ മാത്തൽ മുസ്ലിമു, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇങ്കത്ത അമലുഹു, അവൻ്റെ പ്രവർത്തികളെല്ലാം മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസത്തിൻ, 3 ഒഴികെ. സദക്കത്തുൻ ജാരിയ, ഔ ഇൽമു യന്തഫ്യു ബിഹി, ഉപകാരമുള്ള അറിവുകൾ. ഔ വലതുൻ സോലിഹുൻ, സോലിഹുകളായ മക്കൾ. യദൂലുഹു, അവനിക്ക് ദുആ ചെയ്യുന്നത്. സദക്കത്തുൻ ജാരി എന്ന് പറഞ്ഞാൽ മുറിയാത്ത സദക്കകൾ. വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു.
നല്ല വീഡിയോകൾ ഇനിയും നമുക്ക് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് വേണം. ചെയ്യാത്തവർ ചെയ്യുക. ലൈക്ക് കൊടുക്കാൻ മറന്നവർ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.